നേരെ മടയിലേക്ക് വിട്ടോ. നമുക്ക് മടയിൽ കാണാം കല്ലെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓടിച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കോ. പൊട്ടും, ബ്രേക്ക് ചവിട്ടി നിർത്തുക, അല്ലെങ്കിൽ പോരെയും. ഗേറ്റും പോവും, ഇതും പോവും, ഗ്ലാസും പോവും, ഒക്കെ പോവും. ഇത്രേ ഉള്ളൂ, ഒട്ടടി. നമ്മൾ കാർ ഓടിക്കുന്ന സ്ഥലം പോലും വേണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞേ. ഞാൻ ഇതേ അപ്പുറത്തേക്ക് കൊണ്ടുപോണേ. ധൈര്യമായിട്ട് ഓടിച്ചോ, ഒന്നും നോക്കണ്ട. അയ്യോ എനിക്ക് പേടിയാന്നൊക്കെ പറയും എന്നല്ലാണ്ട് ഇപ്പൊ തന്നെ ടെസ്റ്റിന് കൊണ്ടുവന്നൊരു വണ്ടിയെ വേറൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കാണ്ട് എടുത്തിട്ട് അതിന്റെ വരഞ്ഞു. ഏതാ കൊബോട്ടോ? അങ്ങനെ ഒരു മിഷൻ ഇത്രയുള്ള പരിപാടി. നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ കാർ ഓടിക്കണം കാര്യം സുഖമായിട്ട് ഇങ്ങനെ നേരെ നമുക്ക് പോവാം. വേണ്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ പരിപാടി തമ്പനയിൽ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, വണ്ടി വിറ്റു നമ്മുടെ. അപ്പോൾ ഒരു ടിപ്പർ നമ്മളങ്ങനെ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 10-50 ആൾക്കാരുടെ മുകളിൽ വന്ന് വണ്ടി നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഒരു കോട്ടയത്ത് നിന്നുള്ള കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കി വണ്ടി ഇഷ്ടമായി, അഡ്വാൻസ് തന്നു. അപ്പോൾ അവർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിറച്ചും ചെളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഓടിയതിന് ശേഷമാണ് കൊണ്ടിട്ടിട്ടുള്ളത്. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആകെ 47 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെളിയാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടയിലേക്ക് പോണ വഴിയൊക്കെ സാധാരണ പൊടി പറക്കാണ്ടിരിക്കാൻ വേണ്ടി വെള്ളം അടിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ചെളിക്കിടെ അങ്ങനെ പോയി കഴിയുമ്പോൾ ആ ചെളി മുഴുവൻ അടിച്ചു കയറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കഴുകിയിടണം വണ്ടി. ഇനി നമുക്ക് അത് അതന്നെ ടിപ്പ് ടോപ്പായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് കഴുകിയിടണം. അതുപോലെ തന്നെ എനിക്ക് ഒരു ആഗ്രഹം, ഇനിയിപ്പോൾ ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ എന്താ പറയുക, പവർഫുള്ളായിട്ടുള്ള വണ്ടികളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ആകെ ലാസ്റ്റ് വണ്ടികൾ മാത്രമേ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയുക, രാജേഷ് കുറേ കൊല്ലങ്ങൾ ഓടിച്ചു നടന്ന 6 കൊല്ലം കണ്ട് അവന് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടിച്ചുകൊണ്ട് നടന്ന ആ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിലവിൽ. അപ്പം ഇതൊക്കെ ഒന്ന് ഓടിക്കണം ഒരു ആഗ്രഹം. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തായാലും ഇനി ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ പോയി അതും ഒന്ന് ഓടിച്ച് ഒന്ന് കഴുകിയിട്ട് ഭംഗിയാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വിഫ്റ്റ് കൊടുക്കണേല് വേറൊരു ഉദ്ദേശമുണ്ട്. കൊടുക്കണേല് വേറൊരു ഉദ്ദേശമുണ്ട്. നമ്മളെന്തായാലും ഈ പണി നിർത്താൻ പോവല്ല. ടിപ്പർ നിർത്തിയാലും നമ്മൾ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ആദ്യം അതന്നെ അതിന് ശേഷം പറയാം. ഇതെന്താ നമ്മുടെ സർവീസ് വയർ കുട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ അന്ന് കിടക്കണു. അയ്യോ, സർവീസ് വയർ എന്താ പ്രശ്നം പറ്റി ഗൈസ്, എന്താണെന്ന് അറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വണ്ടി കൊടുത്തു. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയുള്ളൂ കേട്ടോ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത്. കാരണം വലിയ വില പറഞ്ഞിട്ട് പിന്നെ കുറയ്ക്കാൻ നിൽക്കണ്ടല്ലോ എന്നതിൽ കൊടുക്കാനുള്ളൊരു വില മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് അതുകൊണ്ട് ഞാൻ തോന്നുന്നു നിറച്ചു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു വില പറഞ്ഞിട്ട് നമ്മൾ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടി കിട്ടാൻ 4 മാസം ഉണ്ടല്ലോ, 4 മാസം ഉണ്ടല്ലോ ഇനി വണ്ടി വരാൻ. 3-4 മാസം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ശരിക്കും നമുക്ക് ഒരു 6.75 കിട്ടിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും മാർക്കറ്റ് വില 6.75 ഉണ്ടെന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് 2019 മോഡൽ വണ്ടിക്ക് അങ്ങനെ വിലയുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ ഒരു വില കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ടാക്സിഡിയും കുറയ്ക്കണമെങ്കിൽ നമ്മുടെ താറ് വന്നതിന് ശേഷം നമുക്ക് ആ സമയത്ത് കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിനും ആൾക്കാരുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾക്ക് വേറെ വണ്ടിയുടെ കണ്ടീഷൻ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറൊക്കെ ഒന്ന് മാറ്റാറുള്ളതായിട്ടുണ്ട്. പിന്നെ 70-ലാണ് സർവീസ് കഴിഞ്ഞപ്പോൾ 73 ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 3000 കിലോമീറ്റർ. ചില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് മാറിക്കഴിഞ്ഞ ഒറിജിനൽ ഗ്ലാസ് അത് തന്നെ വണ്ടി ഇടിച്ചതെന്ന് പറയും ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പറയും പിന്നെ നമ്മളുടെ ഫ്രണ്ടർ ഈ ഒരു പീസ് നമ്മൾ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം അന്ന് മറ്റേ ഇവിടെ നമ്മുടെ തവാങ്ങിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ഇന്നോവ വന്നിട്ട് ഇതുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ജാമാക്കി. അപ്പോൾ ഒരു ചെറിയ ഞളക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഞളക്കം ഈ പീസിലേക്കും ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോണറ്റും ചെറുതായിട്ട് പെയിന്റ് അടിച്ചു. അതുപോലെ തന്നെ ഇവിടെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബമ്പറിന്റെ സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു, അടിവശത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അടിവശത്ത് അവിടെ ഇവിടെ അങ്ങോട്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഈ ഫ്രണ്ടറും മാറ്റി, അതുപോലെ തന്നെ ഈ ബമ്പറും മാറ്റി. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടേജ് മൊത്തം അന്ന് പെയിന്റ് അടിച്ചായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ അത് മാത്രമാണ് ഈ വണ്ടിയുടെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുള്ളൂ. അത് ഇടിച്ചിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഉള്ളത് ഒന്നുമല്ല നിലവിൽ.
പിന്നെ ഇപ്പോൾ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ടയറുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു 5000 കിലോമീറ്ററാണ് ടയറുകളൊക്കെ ഓടുള്ളൂ. സർവീസ് നമ്മൾ 70 ചെയ്തില്ലെങ്കിൽ 7000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സർവീസ് വരുന്നുള്ളൂ. എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളതാണ്. പിന്നെ ബ്രേക്ക് പാഡ് അങ്ങനെ എല്ലാ വണ്ടിയുടെ AC-യുടെ ഇതുകൾ എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുള്ളതാണ് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണിയും കാര്യങ്ങളും യാതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ യാതൊന്നുമില്ല. ഏറ്റവും ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് അല്ല, ഈ തണവുള്ള സ്ഥലങ്ങളിൽ ഓടിക്കുന്ന സമയത്ത് കണ്ടമാനം ബ്രേക്ക് പടപടയിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ബ്രേക്ക് പെഡലിൽ ഇറങ്ങിപ്പോയി ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ വെച്ചിട്ട് തവാങ്ങിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം മാത്രമാണ് ഈ വണ്ടിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം എല്ലാ വണ്ടിക്കും അതെ അത് അതേപോലെ ഓടിച്ചാൽ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ഓടിച്ചാൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ മാത്രം അത് പിന്നീട് പിന്നെ ആ കുഴപ്പം ഉണ്ടായിട്ടില്ല. അതാണ് ഈ നിലവിൽ ഈ വണ്ടിയുടെ അവസ്ഥ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഒരു ഞളക്കുണ്ട് കേട്ടോ. ഒരു ഞളക്കം നിലവിൽ ഇതിൽ അതൊരു കോറിൽ കൂറിയിട്ടുള്ളതാണ്. ഇതിലുമായിട്ട് ഒരു കാറ് വന്നതാണ്. എവിടെ വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലിഗുരിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റ് കാറിൽ കുടിച്ച് ഫിറ്റായിട്ട് കുറച്ച് വെടികൾ വന്ന് നേരെ ഉരച്ചതാണ്. പിന്നെ ഒരു ചെറിയൊരു ഞളക്കം ഇതിലുണ്ട് കേട്ടോ, അതും വേണ്ട പറയാം. പെയിൻ്റൊന്നും പോയിട്ടില്ല സംഭവം. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ ബാക്ക് എടുത്ത സമയത്ത് ഒരു മറ്റേ കുറ്റി പോലത്തെ സംഭവം നിൽക്കണ്ടായിരുന്നു, ഇങ്ങനെ സ്റ്റോപ്പർ. അത് എനിക്ക് ചെറുതായിട്ട് തട്ടിയത്. പിന്നെ ഒരെണ്ണം ഉണ്ട് ചെറുത്, അതും എവിടെയാ ഈ കാണുന്നത്. ഇതൊരു ഓട്ടോറിക്ഷക്കാരൻ അന്ന് നമ്മൾ നിർത്തിയിട്ടപ്പോൾ കൊണ്ടുവന്ന് ഉരച്ചിട്ട് ഒറ്റ പോക്ക് പോയതാണ് കേട്ടോ. ചെരിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഭാഗം നമ്മുടെ വണ്ടി നിർത്താണ്ട് പോയി. എത്ര ഒരു 2 കിലോമീറ്റർ ചേസ് ചെയ്തു. ഓട്ടോറിക്ഷ പോണ വഴിക്കടെ കാറ് കൊണ്ട് പഠിച്ചിട്ട് ബൈ അല്ല, പൈസ മേടിച്ചിട്ട് തന്നെ വിട്ടേ നിർത്താണ്ട്. പൈസ മേടിച്ചിട്ട് വിട്ടേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അവൻ തട്ടിയിട്ട് നിർത്താണ്ട് പോയി. ഒരു സ്നേഹത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പൈസ ഒന്നും മേടിക്കില്ല, നമ്മളും വണ്ടി കൊണ്ട് നടക്കണതാണ്. പക്ഷെ അവൻ അന്ന് ഇടിച്ചിട്ട് നിർത്താണ്ട് പോയിട്ട് പറയാം അവൻ അറിഞ്ഞില്ല. ആ നിലയ്ക്ക് കോറി പൊളിച്ച് ബമ്പർ പിടിച്ച് കട്ടയെന്നുള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് പോയിട്ട് പറയുക ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അറിഞ്ഞ് നിർത്തില്ല. എന്നിട്ട് ഫോൺ അടിച്ച് ഞാൻ പിന്നാലെ ഓടിച്ചു. എന്നിട്ട് അവൻ നിർത്താണ്ട് വിട്ടേറ്റ സ്ഥലം ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് അവനോട് വർത്താനം പറയാൻ നിന്നത്. അപ്പോൾ എന്താ അപ്പം നീ ഒന്നും അറിഞ്ഞില്ല, വണ്ടി ഇടിച്ചത് പിന്നെ നീ എന്തിനാ നിർത്താണ്ട് പോകുന്നത്, ഫോൺ അടിച്ചത് കേട്ടിട്ടുണ്ടാ? ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഏറ്റവും സാധനം പറഞ്ഞു കൊടുത്ത് നീ പൈസ എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട്. അപ്പോൾ അങ്ങനെ പൈസ മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വിട്ടത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് അങ്ങനെയുള്ള പെരുമാറ്റം കാരണം എന്താ നാളെ അതിൽ വണ്ടി ഇടിച്ചിട്ട് അവന് നിർത്താണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. ശരി, അത് നമ്മളെ പറ്റിച്ചോ അവൻ പാവുന്നല്ല, അവൻ വില്ലനാണ്. അവൻ നോക്കാണ്ട് വന്നത്. ചെറിയൊരു ഇറക്കത്തിൽ ഞങ്ങൾ നിൽക്കുന്ന മുന്നിൽ വണ്ടികൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കാം. അപ്പൊ പുറകില് ഞങ്ങൾ കുറച്ചൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോ ഒരു പൈക്കാരൻ വന്നത് ബാക്കിൽ ഇടിച്ചു കഴിഞ്ഞിട്ട് ആള് ചിരിച്ചു അയ്യോ സോറി ചേട്ടാ അറിയാണ്ട് പറ്റിയില്ല, ബ്രേക്ക് കിട്ടിയില്ല എന്നിട്ട് ആള് നമ്മള് സോപ്പിട്ട് മയക്കിയിട്ട് പോയി. അല്ലല്ല, ആളെന്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു ബമ്പർ ചെറുതായിട്ട് അടിവശത്താണ്. അത് കാണില്ല. ഈ പൾസറായിരുന്നു അവന്റെ വണ്ടി. പൾസറിന്റെ എവിടെയത് അതേ ഇത് കണ്ടോ പൾസറിന്റെ ടയർ വന്നിട്ട് ഇതിലിങ്ങോട്ട് ജാമായി. ഈ കുളത്തി വലിക്കുന്ന സാധനം കൂടി ഉണ്ടല്ലോ, ഈ കുളത്തി വലിക്കുന്ന സാധനത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഈ അടിവശം പൊട്ടി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ അത് ഞാൻ നന്നാക്കാനുള്ള പൈസ തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അപ്പോൾ ഞാൻ ഊട്ടിയിലല്ല, അപ്പോൾ നീ എങ്ങനെ പൈസ തരാം, ചേട്ടൻ്റെ നമ്പർ തന്നാൽ ഞാൻ ഗൂഗിൾ പേയിലേക്ക് പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ പൊക്കോളാം പറഞ്ഞു. എവിടെ ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കണം. പിന്നെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചു, ആൾ ഫോൺ എടുത്തിട്ടില്ല, പിന്നെ ഊട്ടിയിലല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വിട്ട് കളഞ്ഞാൽ തന്നെ എല്ലാവരും അത് അവൻ പെരുമാറിയത് അങ്ങനെയാണ്. ചേട്ടാ അറിയാണ്ട് പറ്റി, സോറി ഇതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പൈസ പിടിച്ചത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നടക്കണം, നമ്മളിവിടെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി തട്ടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടല്ല. അപ്പോൾ നിലവിൽ ഇതാണ് ഇപ്പോഴത്തെ കാറിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. 6.25 വില ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചെറുതായിട്ട് വില കുറച്ച് വരും, വലിയ വില കൂടുതൽ അല്ല കുറവ് കുറയ്ക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ വല്ല ആൾക്കാർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പർ കൊടുത്ത പോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ താറ് വരാനായിട്ട് എനിക്ക് തോന്നുന്നു 3-4 മാസം ഗ്യാപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വില കുറച്ച് കൊടുക്കും. കാരണം നമുക്ക് വാശിയൊന്നുമില്ല. പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു, അങ്ങനെ കാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ടിപ്പർ കൊടുത്ത് ടിപ്പർ കഴുകാൻ പോകണു. പിന്നെ ഇനി അടുത്ത് ഞങ്ങൾക്ക് ഒരു പരിപാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഡിസ്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഷെയ്ക്ക് ആവുക, അതേപോലെ മാറാന്ന് പറയുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം മൈസൂരൊക്കെ പോയിട്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വയനാട് പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ ഡിസ്ക് ശരിയാക്കാറുണ്ട്. പക്ഷേ
ശരിയാവണില്ല. അത് പല സ്ഥലത്തും പോയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. കാരണം നമ്മൾ അവിടെ പോയി ഇവിടെ പോയി ശരിയായില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടനുണ്ട്, ചേട്ടനല്ല ഡോക്ടർ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇതിന് മുന്നേ പോയി ഒരാഴ്ചത്തേക്ക് കുറവ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ പോയില്ല. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അയാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ മാറും സാധാരണഗതിയിൽ എന്ന് വിചാരിച്ചത്. പക്ഷേ അത് മാറിയില്ല. അപ്പോൾ ആൾ രണ്ടാമത് വിളിച്ച് പറഞ്ഞു വായോ 2-3 പ്രാവശ്യം അതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പോവുള്ളൂ, അല്ലാണ്ട് ഒറ്റയടിക്ക് പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ അവിടെ വരെ ഒന്ന് പോകണം. നടുവിൻ്റെ ഈ സംഭവം ഒന്ന് ശരിയാക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ശരിയാവുമോ എന്നുള്ളതൊന്ന് നോക്കാം. നടുവേദനയല്ല കേട്ടോ, ഈ ഡിസ്കിൻ്റെ സൈഡിലാണ് വേദന. ഈ നമ്മുടെ എളിയിലൊക്കെ സൈഡിൽ കാലിലേക്ക് വേദന താഴത്തേക്ക് ഇറങ്ങാണ്. കുറേ നമ്മൾ വീഡിയോസൊക്കെ മറ്റേ പലതിലും കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇനി പോകാത്ത സ്ഥലങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ. പോയി എവിടെ പോയാലും കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ ചെറുതായിട്ട് കുറവ് കിട്ടും, വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ വരും. അത് ഒരു പ്രാവശ്യം അത് തന്നെ മൈസൂർ ഞങ്ങൾ പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അതിന് മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ, മുന്നത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ, ഈ കാലുവേദന. അന്ന് മൈസൂർ പോയപ്പോൾ മാറിയതായിരുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് വീണ്ടും മൈസൂർക്ക് തന്നെ പോയത്. ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചിട്ട് മാറാത്തത്, അവിടെ പോയിട്ട് ഇതിങ്ങനെ ചെയ്തപ്പോഴത്തേക്കും വലിയ വ്യത്യാസം വന്നതാണ്. വലിയ വ്യത്യാസമല്ല, പിന്നെ വേദന വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മൈസൂർ പോയ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. സൺഷെയ്ഡ് എന്റെ വീടിന്റെ അവിടെ പണി നടക്കുമ്പോ സൺഷെയ്ഡിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴത്തേക്ക് മണലിട്ടിട്ടാണ്. അവിടേക്ക് ഇനി ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് നേരെ ചാടി. ആ ചാടിയപ്പോഴാണ് പിന്നെ ആ വേദന ഇളകിയത്. അതിനുശേഷം പിന്നെ ചെറുതായിട്ട് പിന്നെ തുടങ്ങി ഇപ്പൊ ഈ ലെവലിൽ എത്തി. അങ്ങനെയായില്ല നിലവിൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആദ്യം തിരുമ്പാൻ പോകണം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടിപ്പറിൻ്റെ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേപ്പർ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അത് പ്രിൻ്റ് ഔട്ട് എടുത്തത് നമ്മുടെ ഒരു ചേട്ടൻ്റെ കയ്യിലുണ്ട്. ആളുടെ കയ്യിൽ നിന്ന് പോയി മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അവിടെയാണ് പുള്ളി ഉള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി ആളുടെ കയ്യിൽ നിന്ന് അത് മേടിക്കണം. ആദ്യം തിരുമ്പാനായിട്ട് പോകണം, അത് കഴിഞ്ഞിട്ട് പേപ്പർ മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി കഴുകാൻ പോണതും മറ്റേ വണ്ടി ഓടിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളെ ട്രീറ്റ്മെന്റ് അങ്ങോട്ട് ചെയ്തു. എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവിനല്ല എൻ്റെ പ്രശ്നം, ലിപ്പിനാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നീര് കെട്ടണതാണ്. ചെറിയൊരു കാലിന്റെ വേരിയേഷൻ, അതായത് നമ്മൾ ചാടുമ്പോഴോ നടക്കുമ്പോഴോ എങ്ങാനും കാല് കൂടുതൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ പൊസിഷൻ തെറ്റുമ്പോൾ ഉള്ളിൽ വരുന്ന നീർക്കെട്ടാണ്. അപ്പോൾ അത് കുറെ ഞെട്ടുകളൊക്കെ പൊട്ടിച്ചെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നീരൊക്കെ ഉള്ളിൽ നിന്ന് വലിച്ചു കളഞ്ഞു. ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. പക്ഷെ ഇനി ആള് പറഞ്ഞ് ഇനി വരേണ്ട ആവശ്യമില്ല, സംഭവം മാറിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഇനി വേദന വരണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഐസ് വെച്ച് കൊടുക്കുക. അപ്പൊ എൻ്റെ ഇത് ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആളുടെ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, ആള് ചെയ്യുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളും. അപ്പൊ ഞാൻ എൻ്റെ ഇപ്പൊ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ആശ്വാസം ഉണ്ടായിരുന്നു. അത് മാറി രണ്ടാമതും വന്നു. ഇത് പെർമനന്റ് ആയിട്ട് എൻ്റെ വേദന കുറയുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എവിടെയാണ് സ്ഥലം, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇയാളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. നമ്മൾക്ക് മാറാണ്ട് നമ്മളൊരു ഞാൻ വയനാട് പോയി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താലും ഞാനത് ഇട്ടുപോലും ഇല്ല. പക്ഷെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ടുണ്ട്, നമുക്ക് മാറിയിട്ടില്ല. പക്ഷെ ആശ്വാസം കിട്ടിയിട്ടുള്ളത് ആകെ ഇവിടെ വന്നിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മാറുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു പെർഫെക്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ മറ്റേ ഇവിടെ പോയി പേപ്പർ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എന്റെ പേപ്പർ മേടിക്കാൻ നേരെ ഇനി ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അവിടേക്ക് പോകും. നമ്മൾ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിന്റെ അവിടെ എത്തിയിട്ടോ. അപ്പൊ നമുക്ക് കാണേണ്ട ചേട്ടൻ ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. അപ്പൊ നേരെ ആളൊന്ന് കാണണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആർട്ടിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. ഇങ്ങോട്ട് തിരികെ പറഞ്ഞുതരാം. അതായത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിതയ്ക്ക് ഹെവി എടുക്കണം. അപ്പൊ അതിന് ഞാനിപ്പോ നിതയ്ക്കാണെങ്കിൽ നേരെ ഇതുണ്ട്, എന്താ പറയാ, 4 വീൽ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഹെവി കിട്ടാനായിട്ട് നേരെ ഹെവി എടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. അതിന് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഓടിച്ചു പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയോ? അത് ഇനി ഇവിടെ ഓടിച്ചു പഠിക്കാനായിട്ട് കയറണോ എന്താണെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി നേരിട്ട് ചോദിച്ചിട്ട് വരാം. ഓക്കെ. ടെസ്റ്റ് കൊടുക്കാനുള്ള വണ്ടികൾ കിടക്കണുണ്ടോ? എന്തോരം വണ്ടികളാണ് ടെസ്റ്റ് കൊടുക്കാനുള്ളത് കിടക്കണേന്ന് നോക്കി. ഈ കിടക്കണ ഓട്ടോറിക്ഷകൾ, അതുപോലെ തന്നെ നാഷണൽ പെർമിറ്റ് ലോറി, കാറ്, സകല വണ്ടികളും ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടി കിടക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വണ്ടികളുടെയും കൊടുത്ത കാരണം ഇനിയിപ്പോൾ ഒരു വണ്ടിയുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ടെസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇനി ഈ വഴിക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മളുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ തന്നെ ടെസ്റ്റിന് കൊണ്ടുവന്നൊരു വണ്ടിയേ വേറൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നോക്കാണ്ട് എടുത്തിട്ട് അതുപോലെ വരഞ്ഞു. അപ്പോൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി കൊടുന്നതാണ്. അപ്പോൾ ആൾ പറയും ഇനി എനിക്ക് എങ്ങനെ ടെസ്റ്റ് കിട്ടും എന്ന് പെട്ടുപോയിടാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുക. പാവങ്ങൾ ഇവിടെ വരുമ്പോൾ എന്തോരം അനുഭവങ്ങളാണെന്നറിയോ ഓരോരുത്തർക്ക്. ഇപ്പോൾ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ചില സമയത്ത് സ്റ്റാർട്ടാവില്ല, അവർ നോക്കണ സമയത്ത് സ്റ്റാർട്ടാവില്ല. ഈ വണ്ടിയൊക്കെ ഇനിയിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഇനി
എന്താ പറയുക, ഒരു മണിയാകുമ്പോഴേക്കും എല്ലാം നോക്കി കഴിഞ്ഞ് വിട്ടു കേട്ടോ നമുക്കും. അപ്പോൾ ഇനി നേരെ പോവാം. ഇനി നേരെ നമ്മൾ പോയിട്ട് നിധിക്ക് ഒന്ന് വണ്ടി ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ വണ്ടി ഒന്ന് കഴുകി തരണം. ഈ 2 കാര്യമാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഞങ്ങളുടെ കരുവാങ്കാട്ടിൽ വന്നപ്പോൾ ഇതേ കരുവാങ്കാട്ടിൽ പപ്പയുടെ അനിയൻ്റെ മോള് പെര പണിയുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് പുതിയതായിട്ട് വീട് പണിയപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കല്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇന്ന് നമുക്ക് കുറ്റി അടിച്ച് ഇതൊക്കെ ഇട്ടു ഫുള്ള്, എന്താ പറയുക, പൗഡറൊക്കെ ഇട്ടു. ഇനി മാന്താനുള്ള വണ്ടിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മാന്തി എല്ലാം ക്ലിയർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് തറയിലേക്ക് ഫുള്ള് കല്ലൊക്കെ തട്ടണം. അപ്പോൾ ഇനി ഇത് വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടി വന്ന സമയത്തായിരുന്നു ഞങ്ങളിവിടെ കുറ്റിയടി കണ്ടത്. അപ്പോൾ കുറ്റിയടി കണ്ട വഴിക്ക് ഇനി കുറ്റിയടിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ 10 മിനിറ്റ് ഇവിടെ നിന്നു കേട്ടോ. ഇത് 30 ആണ് കേട്ടോ മെഷീനായി മാന്താൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള അടുത്ത് തന്നെയുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്ന ചേട്ടന്മാരാന്ന് പറഞ്ഞപ്പോൾ എന്നെ കയ്യോടെ എന്നാൽ ശരി നോക്കട്ടെ, ഒരു വണ്ടിയും കൂടി നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് നിന്ന്. ഇത് പുതിയ മെഷീനാണ് ചേട്ടാ. ഇതെന്താ പേരപ്പോൾ ഇത് ഏതാ? കൊബോട്ടോ. അങ്ങനെ ഒരു മെഷീൻ ഇറങ്ങണ്ടോ? കൊബാൾട്ടോ എന്ന് കേട്ടിട്ടുണ്ട്. കൊബാൽക്കോ. ഇത് കൊബാൾട്ടോ. ഇത് അപ്പോൾ എത്ര നാളായി മേടിച്ചിട്ട്? ഇതിൽ കുറേ ഇങ്ങനെയുള്ളതിൽ കുറേ ബ്രാൻഡുകൾ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലേ അതിന്. സംഭവം നമ്മൾ ഈ 20 എന്ന് പറഞ്ഞ് ഏത് കണ്ടാലും ഇപ്പോൾ 20 എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വണ്ടി കണ്ട അപ്പം തന്നെ ഹിറ്റാച്ചി. ഇതിന് വേറെ പേരില്ല. കൊബാൾട്ടോ ഓരോ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയേണ്ടത്. മൈലേജ് കൂടുതൽ എന്താ ഇതിൻ്റെ വേറെ വല്ല ഗുണഘടകങ്ങളുണ്ടോ ഈ വണ്ടിക്ക്? അതായത് നമ്മളിങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് കണ്ടപ്പോൾ ഇടുന്നതാണോ? അതെ അല്ലേ? ഓക്കെ. ഈ സൈസ് മെഷീനൊക്കെ ഇപ്പോൾ നമ്മളിവിടെ പണിയണത് 1000 എത്രയാട്ടാ? 1100 രൂപയാണ് കേട്ടോ. പിന്നെ ഇറക്കണ പൈസ വേറെ ബാറ്റ പൈസ ഒക്കെ അടക്കം 1100. ഇത് വലിയ മെഷീനായ തന്നെ 20 വരുമ്പോൾ സാധാരണ ചിലപ്പോൾ റേറ്റ് ചെറിയ ഒരു കുറവൊക്കെ ഉണ്ടാവും. പിന്നെ ഓരോരോ മെഷീൻ എന്താ പറയുക വലുതാവും തോറും റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മളുടെ വന്ന് പണിത വണ്ടി 55-ൻ്റെ തോന്നുന്നു. അത് 1400 രൂപ എത്രയാണ്ടായിരുന്നു റേറ്റ് മേടിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോൾ തുടങ്ങല്ലേ പരിപാടി? അപ്പോൾ ഒന്ന് പൂശൊന്നും കാണട്ടെ എങ്ങനെയാണ് നിങ്ങളുടെ വർക്കും കാര്യങ്ങളൊന്നും. കഴിഞ്ഞിട്ടില്ലെന്നുണ്ടല്ലേ? തുടങ്ങേണ്ട സമയം ആയിട്ടില്ലെന്നുണ്ട്. ചിരടൊക്കെ അയച്ചിട്ട് വേണം കേട്ടോ. ശരിയാണ്, ചിരടൊക്കെ അയച്ച് ഇവർ തുടങ്ങട്ടെ. അപ്പോഴേക്കും നിങ്ങൾ തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് ഒരു റൗണ്ട് വണ്ടി ഓടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രൈവർ റെഡിയാണ്. അപ്പോൾ ഒന്ന് ഡ്രൈവർ ഓടിച്ച് പരിശീലിച്ചതിന് ശേഷം വേണം നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രൈവർക്ക് ഞാൻ താക്കോല് കൈമാറുകയാണ്. ഓക്കെ, അനുഗ്രഹം വേണ്ടേ? നന്നായി വരട്ടെ. വണ്ടിയൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കണം. ഇനി ഒരു ഹെവി ഡ്രൈവർ ആവാനുള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ തൊള്ളയെ തോന്നിയ പോലെ കാർ ഓടിക്കണ പോലെ വലിച്ചു വാരി ഓടിക്കല്ല. നമ്മുടെ സൈഡ് ചേർന്ന് മെല്ലെ എല്ലാം നന്നായിട്ട് പോവില്ലേ? കൊണ്ടുപോയി നന്നായിട്ട് ഓടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നു തരാം. സ്റ്റാർട്ട് ചെയ്തെടുത്തോ. ഇനിയിപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഒക്കെ ക്ലിയർ ആയിട്ട് ഓടിക്കണതല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ സിമ്പിളല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം റോട്ടിക്കട ഓടിക്കാൻ നിൽക്കണ്ട. ആദ്യം ഒരു കാര്യം ചെയ്യാം. റോട്ടിക്കട മീൻസ് നമ്മുടെ മെയിൻ റോട്ടിക്കട ഓടിക്കണ്ട. ഈ റോട്ടിക്കട നമ്മുടെ മടയിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ, ആ റോട്ടിക്കട ഒരു റൗണ്ട് അതിലെ കറങ്ങി അടിച്ച് വരാം. എന്നിട്ട് റോട്ടിലേക്ക് ഇറങ്ങാം. അല്ലാണ്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ റോട്ടിലേക്ക് ഇറങ്ങി കുറച്ച് നാളായില്ലേ ഓടിച്ചിട്ടിപ്പോൾ. എടുക്ക്. അപ്പോൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റി ഓടിച്ചോളാം. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് ഇപ്പോൾ മാത്രം കേട്ടോ. ഇനി എപ്പോഴും അങ്ങനെ പറഞ്ഞു തരില്ല. ഇപ്പോൾ ഓടിക്കുമ്പോൾ ഗേറ്റ് നമ്മുടെ കൂടെ പോരാണ്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ബാക്ക് ഈ വലിയ വണ്ടി ചെറിയ വണ്ടിയും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം സ്റ്റിയറിങ്ങിന്, ക്ലച്ചിൽ, ബ്രേക്കിന് ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പക്ഷേ ലെങ്ത്തിലാണ് മെയിനായിട്ട് ഇരിക്കേണ്ടത്. വീതി കൂടുതൽ, കാരണം ഇട്ടിട്ടുള്ള വീതി കൂടുതലും അതുപോലെ ബാക്കിലേക്കുള്ള നീളം കൂടുതലും. അപ്പോൾ ആ സംഭവം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓടിക്കുമ്പോൾ ഇതിൽ ഓടിക്കുമ്പോൾ കയറ്റി ഓടിക്കുക എത്ര മാത്രം. അതേപോലെ ആ മിററിൽ കൂടെ നോക്കുകയും ചെയ്യുക എങ്ങനെയാണ് വണ്ടി വരുന്നത് എന്നുള്ള കേസ്. ഓക്കെ, എടുക്കുക. എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം വണ്ടി കുട്ടപ്പനായിട്ട് കഴുകി ക്ലിയർ ആക്കാൻ കേട്ടോ. ക്ലിയർ ആക്കിയിട്ട് വേണം ഈ വണ്ടി കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വണ്ടി വിറ്റിരിക്കുകയാണ്. ഈ വണ്ടി അടുത്ത ദിവസം തന്നെ വന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കൊടുത്തു വിടാം. ഒന്ന് ഭംഗിയായി കിടന്നൊട്ടെ കൊണ്ടുപോകുമ്പോൾ ഒരു തല്ലിപ്പൊളിയായിട്ട് കിടക്കാൻ പാടില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട്. അപ്പം മെഷീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം തന്നെ ഒരു അടി അങ്ങോട്ട് അടിച്ചു വിടാം. ആ ഗ്യാപ്പിൽ രാജേഷിൻ്റെ വണ്ടിയും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അവൻ കഴുകി തരാൻ പറഞ്ഞിട്ട് അവൻ വിട്ടടിച്ച് പോയി. വണ്ടി ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഇവിടെ എവിടെയോ കിടക്കണമെന്നുള്ളത് അറിയില്ല. അപ്പുറത്ത് ഷിബിച്ചാറിൻ്റെ വീട്ടിലാന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കട്ടെ. വാ എടുക്ക്. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. ഈ ബസർ അടിക്കാനല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലേറ്റർ കുറച്ച് നേരം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസർ അടി നിൽക്കും. അതായത് എയർ കണ്ടമാനം കുറവ് വരുമ്പോഴാണ് ഈ ബസർ അടിക്കണത്. ഓക്കെ, ഇത്തിരി നേരം ആക്സിലേറ്റർ കൊടുക്കും. കുറവശേ ഒറ്റയടിക്ക് കൊടുക്കണ്ട. ഹാൻഡ് ബ്രേക്കിലാണ്. ധൈര്യമായിട്ട് കൊടുക്കുക. കൊടുക്കുക.
അങ്ങനെയല്ല, കുറേശ്ശെ എങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. സാധാരണ നമ്മൾ എഞ്ചിൻ്റെയൊക്കെ പണി കഴിക്കുന്ന കാരണം തുണ്ട് പുകയോ കാര്യങ്ങളോ ഇല്ല. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കട്ട പുകയും കാര്യങ്ങളൊക്കെ വരും. ഇത് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ബോഡിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ആയിട്ടൊന്ന് കഴുകണം. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇത് മുഴുവൻ കഴുകേണ്ട വരും. മുത്ത് വരുമ്പോഴേക്കും കഴിച്ച് പോകാൻ വേണേ. അതേ ആ റെഡിന്ന് മുകളിലേക്ക് കയറുമ്പോൾ റെഡിലല്ലേ നിൽക്കണേ, ആ സൂചി മുകളിലേക്ക് കയറുമ്പോൾ തന്നെത്താൻ ആദ്യം ഒരെണ്ണത്തിന്റെ റെഡ് കെടും, പിന്നെ അടുത്തതും കെടും. സീറ്റ് ബെൽറ്റ് ഇപ്പം ഇട്ടില്ലെങ്കിലും ഇട്ടോ. ഓ എന്താ മസ്റ്റാണോ? ആയിക്കോട്ടെ, കുറയ്ക്കണ്ട. എന്ത് കുഴപ്പമില്ല, എന്ത് പ്രശ്നം? അവിടെ കുത്താൻ കിട്ടിയ പോരെ. ഇത് എന്ത് പ്രശ്നം? ഇത്ര അധികം ഉണ്ടായിട്ടും പോരാന്നോ? ഇതെന്താ കേറിയോ? കേട്ടു. ഇനി നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഇല്ലേ, അത് റിലീസ് ചെയ്ത് ബ്രേക്ക് പിടിക്കുക. ഹാൻഡ് ബ്രേക്ക് ചെയ്യോ? ഓക്കെ. ഇനി വണ്ടി എടുത്ത് പോരെ. മെല്ലെ 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 അങ്ങോട്ട്. പോട്ടെ. നേരെ മടയിലേക്ക് വിട്ടോ. നമുക്ക് മടയിൽ കാണാം കല്ലെടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ആൾ ഓടിച്ച് പോകണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നേരെ പോയി കുറച്ചധികം നേരം ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈശോ പോവാണ്. ഞാൻ കയറണം എനിക്ക്. അയ്യോ, ഞാൻ പിന്നാലെ ഓർഡർ വരും ഇനിയിപ്പോൾ. അയ്യോ പെട്ടു ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞതാ മടയിലേക്കിന്ന്. ഇനിയിപ്പോൾ ഞാനെങ്ങനെ പോവാ? നിർത്തി ഭാഗ്യേ. അതെ, രാജേഷ് ദേ ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി കഴുകിയിട്ട് അവൻ്റെ വണ്ടിക്കിടെയും കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നിലവിൽ. അപ്പോൾ എന്തായാലും നിലവിൽ ഇനി ഇത് കഴുകി തീരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം അവൻ്റെ വണ്ടി കഴുകണം വേണ്ടതെന്ന് ആലോചിക്കാം. ഇതിപ്പോൾ ചേച്ചിയുടെ വീട്, അതിപ്പോൾ ചാച്ചൻ്റെ വീട്, പിന്നെ അപ്പുറത്ത് ഷിബിച്ചേട്ടൻ്റെ വീട്, പിന്നെ ഇനി ലാസ്റ്റ് ഇപ്പോൾ പണിയണ വീട് അനുവിൻ്റെ വീട്, അതായത് അനിയത്തിയുടെ വീട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ ആൾക്കാരെയും വീടുകൾ ഫുള്ളായിട്ടാണ്. അപ്പോൾ ഈ വീടിൻ്റെ പണി കഴിയുന്നതോടുകൂടി അടുത്ത വീടും നമ്മളുടെ അവിടുത്തെ പണി കഴിയും. അപ്പോൾ അങ്ങനെ ടോട്ടൽ എല്ലാവരെയും വീടുകൾ ഈ ഭാഗത്ത് പണി കഴിയുന്നു. ഇതിൻ്റെ നമ്മുടെ ഫൈനൽ ടച്ചപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. പോവാ. ഞാൻ വിചാരിച്ചേ അത് മതി. ഇതെന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് വണ്ടി ഉണ്ടെങ്കിൽ മാത്രം നീ ഫസ്റ്റ് ഗിയർ ഇട്ടാൽ മതി. ബ്രേക്കിന്ന് അങ്ങനെയല്ല കാലെടുക്കുക, ക്ലച്ച് ചെയ്യുന്നത് അത് തന്നെ. ഓക്കെ. അപ്പോൾ അത് കിട്ടോ, ഒന്നും നോക്കണ്ട, പൊരിച്ചോ. ഗിയറേ ഒന്ന് ഓടിച്ച് സെറ്റായതിനു ശേഷം തേർഡിലേക്കും ടോപ്പിലേക്കും ഇട്ടാൽ മതി. ഇപ്പം സ്റ്റിയറിങ് നമ്മൾ വലിയ വണ്ടി ചെറു വണ്ടി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത് ഓടിച്ച് നന്നായിട്ട് ഇരുത്തം വരട്ടെ. ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ അവർ പെട്ടെന്ന് ഓടിക്കാൻ പറയുമ്പോൾ ഒരു തപ്പലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാൻ പാടില്ല. അപ്പോൾ അത് ഓടിക്കുമ്പോൾ കയറ്റി ഓടിച്ചാൽ മതി. പിന്നെ വീതിയിൽ പ്രശ്നമില്ല. വീതി നീ കുറച്ച് കഴിഞ്ഞാൽ ഓടിച്ചു കഴിയുമ്പോൾ ഇവിടെ നോക്കേണ്ട മെയിനായിട്ട് ഈ ഗ്ലാസ് മുട്ടുണ്ടോന്നും അവിടെ ആ ഗ്ലാസ് മുട്ടുണ്ടോന്നും. ഈ പുറത്തേക്കുള്ള നോട്ടം പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ട മിററുകളാണ്. അത് നോക്കി കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബ്രേക്കുമ്പോൾ മാത്രം കാല് വയ്ക്കും ഇറങ്ങുമ്പോൾ. ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുക, ബ്രേക്കുമ്പോൾ ചെറുതായിട്ട് കാല് വെച്ച് പോവുക. അപ്പോൾ പിന്നെ പേടിക്കണ്ട, മനസ്സിലായോ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചൊന്ന് സെറ്റ് ആവണ വരെ ഓടിച്ച് നമ്മുടെ കൈ അണങ്ങി കഴിഞ്ഞാൽ നീ എങ്ങനെ വേണമെങ്കിൽ ഓടിച്ചോ, പ്രശ്നമില്ല. എനിക്ക് പേടിയൊന്നുമില്ല, നീ ഓടിക്കണത് യാതൊരു പേടിയില്ല. പക്ഷെ ഒന്ന് ഓണടിച്ചോ, വണ്ടിയൊക്കെ ഉള്ളിൽ നിന്ന് കയറി വരുമ്പോൾ പെട്ടെന്ന് ഒരു ഇത് വരാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചെറിയ വഴി കൂടെ ഓടിച്ച് പഠിച്ചാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു സ്കൂട്ടർ വരുമ്പോഴേക്കും ഇത്ര പേടിച്ചിട്ട് ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഒരു കള്ള് ഷാപ്പുണ്ട്, അവനടിച്ചിട്ട് പോണോ? അപ്പൊ പിന്നെ സ്ട്രോങ് ആയി മനധൈര്യം കിട്ടാനായിട്ട് വേണ്ട, മനധൈര്യം വേണ്ട. ഞങ്ങളിത് പാറമടയുടെ അവിടേക്ക് എത്തിയിട്ടോ. പാറമടയുടെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് പോണോ? ചെറിയ വഴിയാ, കുഴപ്പമൊന്നുമില്ല, ഒരു പേടിയില്ല. ഓടിക്കാൻ കുഴപ്പമില്ല. ഈ ഓരോ വണ്ടിയിൽ വരുമ്പോ അവർക്ക് സൈഡ് കൊടുത്ത കുഞ്ഞു വഴികളിലൊക്കെ ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാവുമായിരിക്കും, അല്ലാണ്ട് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇതിലെ മലയുടെ ഉള്ളിലേക്ക് കല്ലെടുക്കുകയാണെങ്കിൽ ഇത് കയറി പോകേണ്ട വഴി ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള വഴിക്ക് നീ ഇതെങ്ങനെയാണ് കയറി പോണേ എന്നുള്ളത് നോക്കട്ടെ. ആ മേളിലേക്ക് കയറി പോട്ടെ, ഉള്ളിലിട്ട് തിരിക്കാം. മലയുടെ ഉള്ളിൽ നല്ല കാല് കൊടുത്താൽ മതി. മറ്റതുപോലെ ഇങ്ങനെ കാല് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കയറിനാന്ന് വിചാരിക്കേണ്ട ആവശ്യം ഒന്നുമില്ലാന്ന്. നല്ല കൊടുത്ത് ഞങ്ങൾ കയറി പോക്കോളും.
സ്റ്റിയറിംഗ് അങ്ങോട്ട് ഇങ്ങോട്ട് വെട്ടി തിരിയാണെങ്കിൽ അങ്ങനെ ബ്രേക്ക് വെട്ടി നിർത്തുക, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ കേസ്. ചെറിയ വഴിക്ക് പോകുമ്പോഴേ പെട്ടെന്നൊരു പേടിയൊക്കെ തോന്നും, കാണാൻ പറ്റാണ്ട് വരുമ്പോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല ഇത്, എനിക്ക് ഒരു പേടിയില്ല. നീയ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടി. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലം കിടക്കുമ്പോ നീ എന്തിനാ ഇതേ അപ്പുറത്തേക്ക് കൊണ്ടുപോണേ? ധൈര്യമായിട്ട് ഓടിച്ചോ, ഒന്നും നോക്കണ്ട. ചേട്ടനല്ലേ പറയുന്നത്, ചേട്ടൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട്. ഏതേ വെള്ളത്തിലേക്ക് ഇട്ടിട്ടാ കൊടുത്ത വണ്ടി കേട്ടാ, ലേശം കയറ്റി ഓടിക്കണേ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വീലും ബാക്ക് വീലും നോക്കി നോക്കി ഏതിലെ പോരുന്നേന്ന്. അത് തന്നെ അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് അതെ തന്നെ. ഇപ്പൊ മടയുടെ ഉള്ളിൽ കല്ലെടുക്കാൻ വരികയാണെങ്കിൽ ഒരു പേടിയില്ലാണ്ട് വന്നൂടെ? അപ്പൊ അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്ര റിസ്ക് ഉള്ള വഴികളൊന്നും നമ്മുടെ മറ്റുള്ള മടകളിൽ പോകുമ്പോഴൊന്നും ഇല്ല നിലവില്. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. നീ ഒറ്റയ്ക്ക് റൗണ്ട് അടിച്ച് തിരിക്കും. ഇതിലെ കൊണ്ടുപോവാ, ഇതിലെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കാണ്ട് തന്നെ ഒറ്റയടിക്ക് തിരിക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഇത്രേ ഉള്ളൂ, ഒറ്റടി. നമ്മൾ കാർ ഓടിക്കുന്ന സ്ഥലം പോലും വേണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞേ, വളരെ കുറച്ച് സ്ഥലം മതി വണ്ടി ഓടിച്ച് പോരാനായിട്ട്. അപ്പൊ നമുക്ക് ലൈസൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. ഇനിയിപ്പോ ഇതിലെങ്ങനെ കയറി നമ്മൾ ഈ നൂൽപ്പാലത്തേക്കടിയാണ് കേട്ടോ വന്നത്. സാധാരണ എല്ലാ ആൾക്കാർക്കും ഇതിലേക്ക് ഓടിക്കാൻ പേടിയാ. ഇതൊക്കെ ട്രെയിനിങ് കുറേ പ്രാവശ്യം കൊടുത്തിട്ടുള്ള കാര്യം പിന്നെ കുഴപ്പമില്ല. അങ്ങോട്ട് കയറ്റി ഓടിച്ചങ്ങോട്ട് പൊക്കോളും. നിർത്ത്. ഓക്കെ. അപ്പൊ ഇനിയുള്ള സഞ്ചാരം ഒറ്റയ്ക്കാണ് കേട്ടോ. ഞാൻ പോവാണ്. വണ്ടി കയറി വരുന്ന എങ്ങനെയാന്ന് നോക്കട്ടെ. പോരെ 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 നോക്കട്ടെ. നീത പറയണ പോലെയല്ല, നന്നായിട്ട് ഓടിച്ചോളൂ കേട്ടോ. ആളിങ്ങനെ അയ്യോ എനിക്ക് പേടിയാന്നൊക്കെ പറയും എന്നല്ലാണ്ട് ആൾക്ക് ഓടിക്കാനൊന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, രണ്ട് സൈഡും കറക്റ്റ് ഗ്യാപ്പിൽ അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ചെറിയ വഴിക്കൊക്കെ ഓടിക്കുമ്പോഴേ പേടി വരും. ആ പേടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഏതിലും ഓടിക്കാനും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വഴിക്കടെ ആദ്യം ഒന്ന് ഓടിച്ച് സെറ്റാക്കിക്കുന്നത്. അവന് കുഴപ്പമില്ല. പിന്നെ ആൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിന് സ്പീഡ് കൂടുതൽ ഓടിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കൊരു ചെറിയത് കയറി ഇരിക്കുമ്പോഴേക്കും അലക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നം കണ്ടില്ലേ, ആൾക്ക് ഇതൊന്നും മൈൻഡില്ല, സിമ്പിളായിട്ടാണ് പോണത്. അപ്പോൾ എല്ലാ സിമ്പിൾ കളി ലേശം കൂടുതലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു ചെറിയ പേടി എന്ന് പറയില്ലേ അങ്ങനെയുള്ളത്. നമ്മുടെ മടയുള്ള സമയത്തൊക്കെ ഇവിടെ ഫുള്ള് കല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, വെറുതെ കണ്ടില്ലേ ആൾക്കാരുടെ വെള്ളടിസ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇവിടെ ഇല്ല നിലവിൽ. ഞായറാഴ്ചത്തേക്കുള്ള പോത്തുകൾ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവരെ ഞായറാഴ്ചത്തേക്ക് അലക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളതാട്ടോ. ഞായറാഴ്ച ഇവർ ബീഫാവും. ഇപ്പോൾ ഇവർ പോത്താണ്, പോത്ത് ബീഫായി മാറും. ഇത് എങ്ങടെ പോട്ടെ? ഇനി ഈ വഴിക്ക് പോവാ, ഈ വഴിക്ക് പോയി കഴിയും അങ്ങോട്ട് കൂടി ഇറങ്ങി വരാം. എടുത്തോ, വേണ്ട ഓടിച്ചാൽ മതി, ഓടിച്ചാൽ മതി. ഇതൊക്കെ വട്ടം ഒടിച്ച് കഴിഞ്ഞാൽ ഏഴര മണി വരും. അപ്പോൾ മെല്ലെ എടുത്താൽ മതി എന്ന് മാത്രം. ഓക്കെ, ഫുള്ള് ഒടിച്ചങ്ങ് എടുത്തോ, ഒന്നും നോക്കണ്ട, ക്ലീൻ ഉള്ളു. കണ്ടില്ലേ എന്തോന്നും സുഖം വേണ്ട. ഇത് മറ്റേ നമ്മുടെ കാറ് പോലെയല്ല. നീ ഇത് ഒടിച്ചു കഴിഞ്ഞാൽ വട്ടം ഓടിക്കാൻ ഭയങ്കര സുഖമായി. കുറച്ച് സ്ഥലത്തേക്ക് ഒടിഞ്ഞു പോയി വണ്ടിയൊക്കെ. അത് ഞാൻ പറഞ്ഞു, നീ എപ്പോഴും ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡ് കണ്ടമാനം ചേർന്ന് പോകണ്ട. അതിന്റെ ആവശ്യമില്ല, ലെഫ്റ്റിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ. അത് നോക്കി ഓടിച്ചോളൂ. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. ആ ഒരു ചെറുവഴി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഗിയർ തേർഡിലേക്ക് ഇട്ടാൽ മതി, സെക്കൻഡിൽ പോട്ടെ. ഓടിക്കുമ്പോ എന്താ ഫീല്? അല്ല, ഓടിച്ച ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുവണ്ടി ഓടിക്കാനും സുഖം വലിയ വണ്ടി ഓടിക്കാനാ. ഇപ്പൊ ഹൈവേയിലൊക്കെ ഇത് ഓടിക്കാൻ വെച്ചാൽ ഒന്നും നോക്കാല്ലോ, എന്ത് സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് അറിയോ? അതന്നെ. എവിടെ ടിപ്പറിന്റെ ബാക്ക് നിൽക്കണ്ട കേട്ടോ. നീനിയുടെ ടിപ്പറിന്റെ ബാക്ക് അതിനെ കൊണ്ടുപോകണ്ട. അതേപോലെ ഇതൊക്കെ ചെറുതാണ്, കാറ് പോകേണ്ട അത്ര വഴിയുള്ളൂ. ഇതിലാണ് നമ്മൾ ടിപ്പർ കൊണ്ട് പോകണേ. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അങ്ങോട്ട് ഒടിച്ച് കയറി പോകണം കേട്ടോ. ആദ്യം ആക്സിഡന്റ് കൊടുക്കണ്ട, മെല്ലെ മതി, മെല്ലെ മതി. വെറുതെ കാല് കൊടുത്താലും അങ്ങനെ കയറി പൊക്കോളും. ഇനി കയറി പോയില്ലാന്നിരിക്കട്ടെ, ബ്രേക്ക് പിടിച്ചാൽ നിർത്തുക. അപ്പൊ പിന്നെ വണ്ടി ഇറങ്ങി പോകാണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി കഴിഞ്ഞ് മെല്ലെ ക്ലച്ചുമ്പോൾ താങ്ങി അങ്ങോട്ട് എടുക്കുക. അത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നീ കേരളാന്ന് വെച്ചിട്ടല്ലേ ആക്സിഡന്റ് അങ്ങനെ കൊടുത്തേ. ഇതിന് കാൽ ഭാഗം ആക്സിഡന്റ് മതി. ആ കാൽ ഭാഗം പോലും വേണ്ട. സെക്കൻഡിലാന്ന് വെച്ചാലും കാലിവണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത ദിവസം ലോഡ് കയറ്റിട്ട് വരുമ്പോ ഓടിച്ച് ട്രെയിനിങ് തരാം.
അപ്പൊ ഇങ്ങനെ ഓടിക്കുമ്പോ ചെറിയ വഴിക്കടെ ആയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചെറിയ വഴിക്കടെ കാറ് പോണ വഴിക്കായാലും പോകാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അത് തന്നെ. ഇതിപ്പോ അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു പ്രശ്നമില്ല. നമ്മുടെ മടയിലേക്ക് കയറി പോണ, മടയുടെ മുകളിലേക്ക് കയറി പോണ വഴിയാണ് കേട്ടത്. അപ്പൊ ഏതിൽ വേണമെങ്കിലും നിത കലക്കിക്കോളും. അപ്പൊ നേരെ വിട്ടോ, ഒന്നും നോക്കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് റോഡിലേക്ക് മെല്ലെ ചെന്ന് കയറാം. നിത, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് വന്നു, ഇവിടെ തെങ്ങ് വന്നു. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സാധാരണ വണ്ടികളാണെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട, കാറൊക്കെ ആകുമ്പോൾ ഹൈറ്റ് കുറവായാലും അങ്ങനെ പൊക്കോളും. ഇതിന്റെ നമ്മുടെ സ്റ്റെപ്പിന് വരി ഇരിക്കുന്നതുകൊണ്ട് ഈ ചെരിഞ്ഞ് നിൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കറക്റ്റ് ഗ്യാപ്പ് എടുത്തിട്ട് വേണം പോകാൻ. ഇടുത്ത മെല്ലെ ഇടുത്ത ഗ്യാപ്പ് ഉണ്ടാവും ഇഷ്ടം പോലെ. എന്നാലും അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മരങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതേപോലെ ഇതുപോലെ പട്ട് വല്ല മറ്റേ മരത്തിന്റെ ചില്ലകളൊക്കെ താഴത്തേക്ക് നിൽക്കണമെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വലിയ വണ്ടി ആകുമ്പോൾ കൈകാര്യം ചെയ്യാൻ. അതുപോലെ എനിക്ക് അതിശയം തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ്. അതെ, ക്ലച്ചൊക്കെ പിടിച്ചിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് ഡൗൺ ചെയ്തിട്ട് എടുക്കണ്ടേ? ഒന്നും വേണ്ട. അതെ, ഇതിപ്പോ നീ ആക്സിലേറ്ററിൽ കാലെടുത്ത് ബ്രേക്കിൽ കാലെടുത്താലും വണ്ടി ഇങ്ങനെ മെല്ലെ പൊക്കും, നിക്കൊന്നുമില്ല. അത് തേർഡ് ഗിയറിൽ വരെ ഇങ്ങനെ പൊക്കോളൂ. പിന്നല്ലേ. അപ്പൊ അത് കാരണം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ചെറുവണ്ടി ഓടിച്ചിട്ട് വലിയ വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിമ്പിളാ. നീ ധൈര്യമായിട്ട് വിട്ടോ, ഒന്നും നോക്കണ്ട. നിനക്ക് ഞാൻ ലൈസൻസ് തന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ കാടും മലയും താണ്ടി നിത അങ്ങനെ ഇപ്പൊ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഒരു കുഴപ്പമില്ലാന്ന് തന്നെയാണ് നിത പറയണത്. ഒരു പ്രശ്നമില്ല, എനിക്ക് ഇതൊക്കെ സിമ്പിളാണ്. ഇതേപോലത്തെ വഴിക്ക് ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് കേട്ടോ. ആ ദൂരം മുഴുവൻ ഓടിക്കട്ടെ എന്തായാലും. സ്ലോ ചെയ്ത് നിർത്ത്, ഞാൻ പറഞ്ഞുതരാം, ഐഡിയ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഇത് കാണിച്ചു തരാനാ, എല്ലാം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരണ്ടേ, അതിന് വേണ്ടിയിട്ടാ. ഇനി നീ ഗിയർ തേർഡിലേക്ക് ഇടുക. അതായത് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഇത് തേർഡാണ്. തേർഡാണ്. ഇനി നീ നേരത്തെ പോലെ മെല്ലെ ക്ലച്ച് ചെയ്ത് വിട്ടിട്ട് ബ്രേക്ക് ചെയ്ത് കാലിട്ടിട്ട് അങ്ങനെ പോയി നോക്കിയേ. എങ്ങനെയാ പോണേന്ന് നോക്കിയേ. തേർഡ് ഗിയറിലാണ് പോണേ. ക്ലച്ച് ചെയ്ത് ഫുൾ കാലെടുക്കുക. കണ്ടില്ല, ആ ഒരു പിടുത്തത്തിപ്പോ പോക്കോളൂ. ഇനിയിപ്പോ നീ ബ്രേക്കുമ്പോ മാത്രം കാല് നോക്കിയാൽ മതി. മനസ്സിലായോ? മരങ്ങൾ നോക്കിയോളൂ കേട്ടോ, മരത്തിന്റെ ചില്ലകൾ നോക്കിയോളൂ. അത്രേ ഉള്ളൂ. ഇനി നീ സ്ലോ ആക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കും ക്ലച്ച് ഓടി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സിമ്പിൾ ആയിട്ട് അങ്ങനെ പൊക്കോളും. അതായത് മറ്റേനെ അപേക്ഷിച്ച് ഭയങ്കര സുഖം കൂടുതലാണ് ഈ വഴിക്ക്. ഈ വഴിക്കല്ല, ഈ വണ്ടി വലുത് ഓടിക്കാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വഴി ചെറുതാണെങ്കിലും ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, ചെറിയ വഴിക്ക് വരെ ഇപ്പൊ നമ്മുടെ കാർ പോണ വീതിയല്ലേ ഇതുള്ളൂ. പക്ഷെ നിർത്തിയിട്ട് ഒതുക്കി സ്ഥലമുള്ളടത്ത് കൊടുക്കുക. അല്ലാണ്ട് അവിടുന്ന് വണ്ടി വരുന്നെന്ന് വെച്ചിട്ട് അവിടെ കൊടുക്കാന്ന് വെച്ചാൽ കയറി ചെന്ന് ചാടി ചാടിച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കും. കാലുവണ്ടി ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ലോഡ് വണ്ടിയാണെങ്കിൽ പണി പാടും. ഇതിപ്പോ അവിടെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു വണ്ടി വരുന്നതിന് തുല്യാണ്. ഇപ്പൊ നമുക്ക് പോകാനുള്ള വഴി അവിടെ വളരെ കുറവാണ്. അപ്പുറത്തെ സൈഡിൽ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലേക്ക് പോകും. അങ്ങനെയുള്ള ഇതുകളുണ്ട്. അപ്പൊ നീ നിർത്തിക്കോ, വേണമെങ്കിൽ നിർത്തിയിട്ട് എന്ത് കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ട് മെല്ലെ എടുക്കുക. അപ്പൊ പിന്നെ നമുക്ക് പഠിക്കുക. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. മെല്ലെ ക്ലച്ച് ചെയ്ത് മാത്രം കാലെടുത്ത് മെല്ലെ അങ്ങനെ ഇറങ്ങിപ്പോവുക. അവിടെ വലിയ ഗ്യാപ്പില്ല, ഇവിടെ വലിയ ഗ്യാപ്പില്ല കേട്ടോ. അവിടെ കുഴപ്പമില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് ചേർത്ത് എടുത്താൽ മതി കേട്ടോ. എന്നാൽ സ്റ്റഡി ആയിട്ട് പോട്ടെ. ഇവിടെ ഗ്യാപ്പ് കുറവാണ്. പോട്ടെ 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 പോട്ടെ. ഇങ്ങോട്ട് പോരെ, മെല്ലെ കുറച്ച് ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ടേക്ക് പോരെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ കറക്റ്റ് വഴിക്കും പോവാന്നുള്ളത് മനസ്സിലായില്ലേ? ഇത്ര ഉള്ള കാര്യം. അത് തന്നെ. നിർത്തി ആദ്യം തുടക്കത്തില് അത് തന്നെ. ആദ്യം ഒന്ന് ഓടിച്ചു പഠിച്ചതിന് ശേഷം നമുക്ക് പേടിക്കണ്ട. ഞാൻ ഇതിന് മുന്നേ ഓടിച്ച് പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പോസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഗിയർ മാറ്റിക്കാം. ഗിയർ തേർഡിലേക്ക് ഇട്ടോ, സെക്കൻഡൊക്കെ മാറ്റി തേർഡിലേക്ക് ഇട്ടോ. സെക്കൻഡിലേക്ക് ആയിക്കോട്ടെ. അത് നിന്റെ ഇഷ്ടം. ഇങ്ങോട്ട് വാ വീൽ അങ്ങോട്ട് പോലെ. നിന്റെ വശം കണ്ടമാനം ചേർത്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ വീടുകളുണ്ടല്ലോ, അതിന്റെ മുകളിൽ നമ്മളെല്ലാവരും കൂടി കയറിയിരിക്കും, വണ്ടി അടക്കാം. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അതെ, അപ്പൊ നോക്കി വേണം ഓടിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇറക്കറങ്ങണേ. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, തേർഡിലേക്ക് ഇറങ്ങി കിട്ടോ, ഇല്ലെങ്കിൽ സെക്കൻഡിൽ തന്നെ മെല്ലെ ഇറങ്ങിക്കോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, മെയിൻ റോഡിലെത്തി. ഇനി അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇനി എടുത്തോ. അവിടുന്ന് വണ്ടി വരുന്നേ ഉള്ളൂ, മുൻകൂട്ടി പോകാം. അല്ലെങ്കിൽ അത് പോയിട്ട് മതിക്കും. അങ്ങനെ എടുത്തോന്നോ, വണ്ടിയൊന്നുമില്ല, ഓടിക്കേ. അങ്ങനെ അത്ര കയറ്റി ഓടിക്കണമെന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി ഗ്രൗണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും ഇവിടെ കിടക്കണ്ടാവും. ഇന്നും വണ്ടികളില്ല തീരെ. കാരണം ഗിയർ മാറ്റേ.
അയ്യോ ആയാ ഇല്ല, ന്യൂട്രായിട്ടുള്ളൂ. അയ്യോ അതെയാ ആ, അത് കയ്യിൽ നിന്ന് തെന്നി പോയി ഗിയർ. ആ ഇപ്പൊ ഇത് ഗിയർ മാറി. 5ാമത്തെ ഗിയറിലാ? 5 ഒക്കെ അല്ല, 3ാമത്തെയാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ. ആ ഇനി ടോപ്പിലേക്ക് ഇട്ടോ, കുഴപ്പമില്ല. ഇനി അടുത്ത ഗിയറിൽ ഇട്ടോ. ആയാ ആ ഓക്കെ, പോട്ടെ. ഇത്രേ ഉള്ളൂ. ഇനി നീ റോട്ടിക്കട ഓടിക്കുമ്പോ 5ാമത്തെ ഗിയറിലിട്ട് റോട്ടിക്കട ഓടിക്കുമ്പോ കാർ ഓടിക്കണം. കാര്യം സുഖമായിട്ട് ഇങ്ങനെ നേരെ നമുക്ക് പോവാം. വേണ്ട, ധൈര്യമായിട്ട് വിട്ടോ. ആ പേടി അങ്ങോട്ട് മാറിയില്ലേ? മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുമ്പോ അയ്യോ ഞാൻ വലിയ വണ്ടി ഓടിക്കണേന്ന് നിനക്ക് തന്നെ ഒരു തോന്നല് വരും. ഇത് അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് എളുപ്പമുള്ള വണ്ടി ഇതാണ് മറ്റേനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു സുഖമുണ്ട്. അപ്പൊ നേരെ നമുക്ക് ഇനി അടുത്ത ദിവസം കുറച്ച് പഠിക്കാം. ഇനി വണ്ടി കഴുകാൻ പോയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ എത്താറായി. നമ്മുടെ പ്രാന്തം ദേ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വണ്ടി ബാക്കിൽ കയറ്റിയിട്ട് കഴുകി ക്ലിയർ ആക്കാം. മെല്ലെ കേട്ടോ, ഏറ്റുപിടിച്ചോളാം. ആ പോട്ടെ. സോ ക്ലച്ചുമ്പോൾ കാല് വെച്ചോ ചെറുതായിട്ട്. ആ സമയത്ത് ക്ലച്ചുമ്പോൾ കാല് വെക്കണം. അത്ര സ്ലോ ആയില്ലേ? ആ എഴുതി നിന്റെ ഇഷ്ടം പോലെ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. നേരെ ഫ്രണ്ട് പോയിട്ട് ബാക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി തരണം. നേരെ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഓടിക്കേണ്ടത്. കയറ്റി പോട്ടെ 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 പോട്ടെ. നേരെ ഫ്രണ്ട് അങ്ങോട്ട് കയറി പോട്ടെ, ഇതിന്റെ അവിടേക്ക് പോട്ടെ. ആ ആ ഓക്കെ, മതി മതി മതി. ആ ഇനി ഞാൻ പറയണ പോലെ ഓടിക്കണം കേട്ടോ. ഞാൻ പുറത്ത് നിൽക്കണേ, എന്നിട്ട് പറഞ്ഞുതരാം. റിവേഴ്സ് അറിയില്ലേ എവിടെയാന്ന്? അതിലിതേ ഈ ഗിയറിന്റെ നോക്കുമ്പോ റിവേഴ്സ് മാഞ്ഞു പോയി. റിവേഴ്സ് ഇപ്പൊ എവിടെയായി വണ്ടിയുടെ പറഞ്ഞ പോലെ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വലിച്ചാണ് ഇടാൻ പറഞ്ഞേക്കണം. അത് റിവേഴ്സ് തന്നെയാവും. കാരണം നമ്മള് മറ്റേ എന്താ പറയാ, ഡ്രൈവറിന്റെ സീറ്റിൽ ഇരുന്നാലേ നമുക്ക് വരുള്ളൂ ഇത് എവിടെയാന്നുള്ളത്. ആ ഇപ്പൊ അത് തന്നെയാവും. അപ്പൊ ഓടിക്കാൻ പറ്റേട്ടാ. ഇപ്പൊ ഓടിച്ചു കഴിഞ്ഞാലേ ഈ ഫ്രണ്ടില്ലേ ഇതിവിടെ തട്ടും. ഏത്? അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ ഇറങ്ങണോട് കൂടി ഓടിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ബാബാ ആ മെല്ലെ 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 ഓടിച്ചോ കുറച്ച് ഓടിച്ചോ. ആ മിറർ നോക്കണം കേട്ടോ. ആ ഗേറ്റുമ്പോൾ തട്ടുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്തോളോ. പോട്ടെ ഗ്യാപ്പ് ഉണ്ട്. പോട്ടെ കുഴപ്പമില്ല. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പോട്ടെ അവിടെ നോക്കി ഇറങ്ങി. ഗേറ്റ് നോക്ക്, ആ സൈഡ് നോക്ക്. ഫുൾ അടിക്ക്. ആ ഓടിച്ചിറങ്ങ്. ഫുൾ ഓടിച്ചോ. ഗേറ്റുമ്പോൾ മുട്ടില്ലല്ലോ. ആ അപ്പോൾ ഓടിച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കോ. അത് കഴിയണോടുകൂടി ഒന്ന് ഓർത്തിക്കോളൂ കേട്ടോ. ആ ശരിയാക്കി ഇറങ്ങി പോട്ടെ. ഓ ശരിയായില്ല. അല്ലെങ്കിൽ മറച്ചോടിക്കണം. അങ്ങനെ തന്നെ മറച്ചോടിച്ചിറങ്ങുക. ഇല്ല വെച്ച് കഴിഞ്ഞാൽ മറിച്ച് ഫുൾ ഓടിച്ചു ഇറങ്ങിക്കോ. നിങ്ങൾക്ക് ആ സൈഡ് നോക്കട്ടെ. ആ ഫുൾ അടിക്ക്. ഇല്ലടി, ഇവിടെ ഗേറ്റുമ്പോൾ മുട്ടും. ഗ്ലാസ് ഫ്രണ്ട് എടുത്തോ, കുഴപ്പമില്ലല്ലോ. ഓടിച്ചിങ്ങോട്ട് കയറ്. അതന്നെ. ആ ഓടിച്ച് കയറ്. ആ ഓക്കെ, ലാസ്റ്റിന് കയറിക്കോ. ആ ഓക്കെ മതി. ഇനി ലേശം ലെഫ്റ്റ് ആക്കിയിട്ട് ഇറങ്ങിക്കോ, റൈറ്റ് ആക്കി ഇറങ്ങിക്കോ. റിവേഴ്സ് ഊരിടുതോ? ഇട്ടില്ലേ? ആ ഓടിച്ചിറങ്ങ്. ആ ഓടിക്കുക, അങ്ങനെ ഓടിക്കുക. ആ ഓടിക്കുക. നന്നായിട്ട് ഓടിക്കടി. മെല്ലെ ഇറങ്ങ്. ഫ്രണ്ട് അല്ലെങ്കിൽ ഗേറ്റ് കൊണ്ടുപോകും. മെല്ലെ ഇറങ്ങ്. റിവേഴ്സ് ഇടുമ്പോൾ എപ്പോഴും ഒരു തപ്പൽ വരും കേട്ടോ. അത് എല്ലാവർക്കും സ്റ്റഡിയിൽ ഇറങ്ങ്. ആ പോട്ടെ, സ്റ്റഡിയിൽ ഇറങ്ങി പോട്ടെ, കുഴപ്പമില്ല. സ്റ്റഡിയിൽ ഇറങ്ങി പോട്ടെ. ഒരു കുഴപ്പമില്ല. ക്ലീൻ. പോട്ടെ. തിരിച്ച്. ഏയ് ചവിട്ടി നിർത്ത്. മുട്ടും. ബ്രേക്ക് ചവിട്ടി നിർത്തുക, അല്ലെങ്കിൽ പോരെയും. ഗേറ്റും പോവും, ഇതും പോവും, ഗ്ലാസും പോവും, ഒക്കെ പോവും. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. വണ്ടി ക്ലച്ചുമ്പോൾ തന്നെ മെല്ലെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇങ്ങോട്ട് ഓടിച്ചിറങ്ങുക. ശരിയായില്ല. ബാക്ക് ഇറങ്ങാണ്ടിരിക്കാനുള്ള കണ്ടീഷനിൽ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തട്ടുവേ. കയറിയോ? അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ. ഇനി സ്റ്റഡി ആയിട്ട് ഇറങ്ങിപ്പോക്കോ. ഇത്ര മതി. സ്റ്റഡി ആയിട്ട് ഇറങ്ങിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിക്കണ്ട. വെറുതെ ഗിയർ ന്യൂട്രലിട്ടാൽ മതി. മതി. എന്നിട്ട് ഇറക്കിക്കോ. ഓക്കെ, സ്റ്റഡി ആയിട്ട് ഇറങ്ങിപ്പോട്ടെ. പോട്ടെ, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, ക്ലീൻ. റിവേഴ്സൊന്നും അധികം എടുത്ത് കയറ്റിയിടാറില്ല. ഫോർവേഡ് ഒഴിക്കാറുണ്ടെങ്കിൽ മതി. ഇനി ഒന്ന് കഴുകി കുട്ടപ്പനാക്കട്ടെ. എങ്ങനെയുണ്ട് വലിയ വണ്ടി ഓടിക്കുമ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അത് ശരിയാക്കാം. പിന്നെ വേറൊരു കേസ്, അതിന് മെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിക്കില്ലേ
ഏത് വണ്ടിയായാലും ഓടിക്കാൻ പഠിക്കണേക്കാളും മുന്നേ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം ആ മെഷീനൊക്കെ എടുത്ത് വണ്ടി ക്ലിയർ ആയിട്ട് കഴുകി. ഹാൻഡ് ബ്രേക്ക് നേരത്തെ റിലീസ് ചെയ്ത സാധനം തന്നെ, അത് തന്നെ മുകളിലേക്ക് ആക്ക്. അതന്നെ ആക്ക് ഒന്നോടെ എങ്ങനെ ഞെക്ക്. ഓക്കെ, ആ ശബ്ദം വന്നില്ലേ? കുറേ ഇനി ചാവി ഓഫ് ചെയ്തോ. ഇത് തന്നെ അത്രേ ഉള്ളൂ. ഹെവി ഡ്രൈവറായി. ലൈസൻസ് ഞാൻ നാളെ തന്നെ തരാം കേട്ടോ. ഓക്കെ, ഇറങ്ങിക്കോ. സംഭവം കഴിഞ്ഞു. ഇനി ഒന്ന് കഴുകിയിട്ട് ഭംഗിയായിട്ടൊന്ന് കഴുകിക്കോ കേട്ടോ. ഓക്കെ, നമ്മുടെ കഴുകൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നിലവിൽ മഡ് ഗാർഡിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കണ്ടോ. അത് ഇവിടെ ചെളിയുണ്ട്, അവരുടെ ഇവിടെ ചെളിയുണ്ട്. ഇതൊക്കെ അടിക്കുന്നൊക്കെ കൂടുതലേ കണ്ടോ. ഇത്രയുള്ള പരിപാടി നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയുള്ള ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതൊക്കെ ടിപ്പർ എന്താ പറയുക ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം മേടിച്ചാൽ പണ്ട്. അപ്പോൾ അത് കാരണം ഉപകാരമായി. നമ്മൾ ഇത്ര കൊല്ലമായിട്ട് ഈ സാധനം കേടായിട്ടുള്ളത്. ഏതിൻ്റെ മെഷീനാണ്? ബ്ലാക്ക് ആൻഡ് ടക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടോ. 10 വർഷത്തിൻ്റെ മുകളിലായി നമ്മൾ ഈ സാധനം മേടിച്ചിട്ട്. എല്ലാ വണ്ടിയും നമ്മൾ എന്താ പറയുക ആദ്യമൊക്കെ ഇത് ചെയ്തായിരുന്നില്ല, സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടല്ല നമ്മൾ സർവീസ് ചെയ്തായിരുന്നത്. ടെസ്റ്റിന് വരെ നമ്മൾ വീട്ടിൽ നിർത്തി ഇതേപോലെ മെഷീൻ അടിച്ച് ക്ലിയർ ആക്കി കഴുകുക ടച്ച് ചെയ്യാറ്. എന്നിട്ട് ക്ലീൻ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മെഷീൻ ഇടുക്കൽ വളരെ കുറവാണ്. ഇനി എന്തായാലും ഇത് ഫുള്ള് ഒന്ന് ക്ലീനാക്കി കഴുകി കുട്ടപ്പനാക്കി ഓയിൽമയോ കാര്യങ്ങളും ഒക്കെ കളഞ്ഞ് അടിപൊളിയാക്കി സൂപ്പറാക്കി ഒന്ന് കഴുകിയെടുക്കട്ടെ. ഈ സൈലൻസിലൊക്കെ ചെളി കണ്ടോ, കാട്ട പോലെ ചെളിയുണ്ട്. അത് കറക്റ്റ് മടക്കട കയറി പോകുമ്പോൾ ചെളി തെറിക്കും. കണ്ടോ, ചെളി കട്ടയാണ് അതിലൊക്കെ. അങ്ങനെ എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് പ്രതിഷേധം വണ്ടി കഴുകുന്നു. വണ്ടി കഴുകാറായിട്ടില്ല എന്നാണ് പ്രതിഷേധം പറയണ കേട്ടാ. അല്ലേ പ്രതിഷേട്ടാ? വണ്ടി കഴുകാറായിട്ടില്ലല്ലോ ഞാൻ. വരാറായി. അടുത്തത് ഇനി എന്നാ എന്നെ വീണ്ടും പഠിപ്പിക്കണ വണ്ടി ടിപ്പർ പഠിപ്പിക്കണ എന്നാ ഇനി? അതെ, എനിക്ക് വേഗം ഹെവി ലൈസൻസ് എടുത്തിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ശമ്പളം തരേണ്ടി വരും കേട്ടാ, ശമ്പളം തരേണ്ടി വരും. അയ്യോ, ഇതാണ് കേട്ടോ ഞങ്ങളെ പറപ്പ്. ഇവിടെ നിന്നാണ് ഞങ്ങള് ചക്കയും മാങ്ങയും മാവ് പൂവിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല, കണ്ടില്ലേ, ഒന്നുമില്ല. അതേപോലെ ഇതിലും അതെ, ഇതിലത്തെ പ്ലാവിൻ്റെ ചക്ക നല്ല ടേസ്റ്റാട്ടോ. പിന്നെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ മൂത്തതൊക്കെ ഞാൻ പൊട്ടിച്ചു കുറച്ചൊക്കെ. എന്താ ക്യാബിൻ? എനിക്കും പഠിപ്പിച്ചെന്നാ. അതെ അതെ, ഇത് സെൻസർ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വെള്ളം അടിച്ച് കഴുകാൻ പറ്റും. സെൻസർ ഉള്ള വണ്ടിയാണെങ്കിൽ വണ്ടി നമ്മള് കഴുകണ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈന്റ് ആവും, പിന്നെ സ്റ്റാർട്ട് ആവില്ല. സെൻസർ വണ്ടിക്ക് അങ്ങനെ ഇത് സെൻസർ വണ്ടി അല്ല. 2015-16 ഇറങ്ങി ലാസ്റ്റ് വണ്ടി സെൻസർ വണ്ടി അല്ലാത്ത വണ്ടി. അത് കാരണം തന്നെ എങ്ങനെ വേണമെങ്കിൽ ക്യാബിന്റെ ഉള്ളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളമുണ്ട്. അയ്യോ മാറിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ വണ്ടിയോട് ബൈ ബൈ പറയാൻ പോവാണ് കേട്ടാ. ബൈ ബൈ. ഈ ഒരു ലോക്ക് ദീപ് അടിയിലത്തെ സാധനം ഇങ്ങനെ പൊക്കിയിട്ട് ഇതിങ്ങനെ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ലിവർ ഇല്ലേ, ക്ലിയർ അല്ല, ഇവിടെ ലിവർ കണ്ട, ഈ ലിവർ ഇവിടെ നോക്കി, ഇതിന്റെ ഉള്ളിൽ ലോക്ക് ഉണ്ട്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ലോക്കിന് പുറത്തേക്ക് ചാടും. ഇവിടെ നോക്കിയാൽ കാണാം, കണ്ടോ? ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതേ ഇങ്ങനെ പിടിക്കുക. കണ്ടോ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പൊക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ലോക്ക് ഇട്ട് കൊടുത്തു. ഇനി മഡ് ഗാർഡിന്റെ അടിയൊക്കെ എഞ്ചിന്റെ ഭാഗം ഇത്ര നന്നായിട്ട് കൊടുക്കണം. ഈശോ പ്രതിഷേധം ഓർമ്മയില്ലേ ഒരാള്? എന്ത് ഇങ്ങനെ ഇതിന്റെ ഇത് തുറന്നിട്ടിട്ട് ഈ ക്യാബിൻ തുറന്നിട്ടിട്ട് ഇവിടെ നിന്നിട്ട് പണിയായിരുന്നു. എന്നിട്ട് ഈ ക്യാബിൻ താഴത്തേക്ക് വന്നിടിച്ചു. അയാള് മരിച്ചത് ഓർമ്മയില്ലേ? അയ്യോ, ചതഞ്ഞറിഞ്ഞു പോയി. കഴുകണ സമയത്ത് ഒരു കാര്യം നോക്കണം, എയർ ഫിൽറ്ററിൽ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിന്റെ ഇതില് ഒരു ഇത് വെച്ചിട്ട്, അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓട്ട ചെയ്യാത്ത ബക്കറ്റ് വേണം വെക്കണമെങ്കിൽ. അല്ലേ? നാളെ കഴുകി കൊടുക്കാം. ഇതിന്റെ ഉൾവശം അടിച്ച അവസാനം അതുപോലെ സോപ്പിട്ട് കഴുകില്ലെന്ന് പറഞ്ഞിപ്പോ കഴുകാൻ നിന്ന സമയം പോകും. അപ്പൊ 10 ദിവസം വന്നിട്ട് കഴുകും. വിശക്കുണ്ട്. അതെ, അവിടെ ബെല്ലടിക്കുന്നുണ്ട്. എന്തിന്റെ ബെല്ല്? അയ്യ ഹോസ്റ്റൽ തങ്കല്ല. അയ്യേ,
വിശക്കണെന്ന് ഞാൻ പറഞ്ഞോളാം. ആ ഏകദേശമൊക്കെ വൃത്തിയായിട്ടുണ്ട് കേട്ടാ. കട്ട ചെളിയായിരുന്നു ഇതിന്റെ ഉള്ളിലൊക്കെ, ഒക്കെ ചെളിയൊക്കെ മാറി. ഇങ്ങനെ ഈ വണ്ടി കഴുകണ ടൈപ്പ് ഈ മെഷീൻ ഉണ്ടെങ്കിൽ അടിപൊളിയാ. വണ്ടിയുടെ എഞ്ചിന്റെ മുകളിലൊക്കെ വെള്ളം അടിച്ചാലേ സെൻസർ വണ്ടിയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ആവുന്ന കേസ് ഉദിക്കില്ല. പ്രഷർ പൈപ്പിലൊക്കെ വെള്ളം അടിച്ചാൽ പിന്നെ ഇങ്ങനെ തുറന്നു വെച്ച് കഴുകാൻ പറ്റും. ഉള്ളൊക്കെ ക്ലീനായിട്ട് അതുപോലെ തുരുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? തുരുമ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ കണ്ടാ കട്ട ചെളിയാ ചെളി കണ്ടാ. എന്റെ അമ്മേ. അപ്പന്റെ ബലമായ സംശയം, അപ്പന്റെ സംശയം. അപ്പൊ ഈ സെൻസർ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചെളിയൊക്കെ വരുമ്പോ ഇനി കഴുകാം നമ്മള്. സെൻസർ വണ്ടി കഴുകാൻ പാടില്ല. കമ്പനി പറഞ്ഞിട്ടുണ്ട് സെൻസർ വണ്ടി. അപ്പൊ ചെളിയായാലേ? ചെളിയായാലേ? ഡ്രൈവർമാർക്ക് സെൻസർ വണ്ടി ഇഷ്ടം. അതെല്ലേ? അപ്പൊ എനിക്ക് സെൻസർ വണ്ടി മതി. വലിയ കാര്യമായിട്ട് ചെറിയ ആ ആ അപ്പൊ ചെളിയാവാന്ന് പറഞ്ഞ കട്ട കട്ട കട്ടായിട്ടിരിക്കുവോ? ഇതില് ചെളിയാവാന്ന് പറഞ്ഞ കട്ടയായിട്ടാ. വണ്ടി കാണില്ല എനിക്ക് ചെളിയാവും. അതല്ലേ? വണ്ടി കണ്ടി ചെളി കട്ടയായിരിക്കും. പോകണ്ടേ? ആ കഴുകിക്കോ. ശരി. അപ്പൊ എന്നാ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പോയി ആയിക്കോളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ 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 ബൈ. കഴുകി അവസാനിക്കട്ടെ കേട്ടാ. ആ ശരി ട്ടാ. കഴുകി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ പിടിച്ചാൽ പോലെ എനിക്ക് കഴുകണം. എന്റെ ഫോണിൽ നോക്കി മുടിയായിട്ട് നിൽക്കണം. അപ്പുറത്തെ എനിക്ക് കഴുകി കഴിഞ്ഞാൽ തീർന്നു. ഇത് പ്രതീക്ഷന്റെ വർക്കിംഗ് ഡ്രസ് ആണോ? പെയിന്റ് അടിക്കുമ്പോ കണ്ടു. ഇതാണ് എന്റെ വർക്കിംഗ് ഡ്രസ്. ആ ശരി. എന്റെ ട്രൗസർ മാറാത്തത് കൊണ്ട് തന്നെ അതിന്റെ മുകളിലൊരു തോർത്തുകൊണ്ട് ശരി ട്ടാ. അപ്പൊ ശരി ട്ടാ.